പല കാരണങ്ങളാൽ വരാം. അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു വലിയ വീഡിയോ ഉണ്ടാക്കലാണ് പതിവ്. അങ്ങനെയല്ല. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ആൽക്കഹോൾ യൂസിലാണ്. അപ്പോൾ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവർ ഉണ്ട്, നോൺ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവർ ഉണ്ട്. ആൽക്കഹോൾ ഇല്ലാതെയും ഫാറ്റി ലിവർ വരാം. അപ്പോൾ ആൽക്കഹോൾ കഴിച്ച് വരുന്ന ഫാറ്റി ലിവറിൻ്റെ സിമ്പിളാണ് അതിൻ്റെ ചികിത്സ. ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്താൽ, അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. അതിനകത്ത് ലിവറിൽ നീർക്കെട്ടോ ലിവറിൽ പെർമനൻറ്റ് ഡാമേജോ മഞ്ഞപ്പിത്തോ അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ഫാറ്റ് ഡെപ്പോസിഷൻ, ലിവറിൽ കൊഴുപ്പടിയുന്നു. അത് ആൽക്കഹോൾ നമ്മൾ നിർത്തി കഴിയുമ്പോൾ ആവറേജ് 2 വീക്സിൽ അത് കംപ്ലീറ്റ്ലി റിവേഴ്സാണ്. ആ ഫാറ്റ് പിന്നെ ഇറങ്ങിപ്പോവാണ് ലിവറിൽ നിന്ന്. നമ്മൾ ആൽക്കഹോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തിരിച്ചു വരും. അപ്പോൾ ആ ആൽക്കഹോളിൽ ഈ ലിവറിൽ ജസ്റ്റ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നതിൻ്റെ ഒരു ചേഞ്ചാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ കൂടെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ശരിക്കും ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പടിയുന്നതിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഗ്രേഡ് 2 എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ, ഗ്രേഡ് 3 എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ. പക്ഷേ പലരുടെയും തെറ്റിദ്ധാരണ, ഇൻക്ലൂഡിങ് ഡോക്ടർമാർ ഈ തെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. പലരും ജനറൽ ഫിസിഷ്യൻസ് അവർ പറയുന്നത് ഗ്രേഡ് 1 എന്ന് പറയുന്നത് ചെറിയ അസുഖവും ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എന്തോ ഒരു അസുഖമാണെന്നാണ്. തെറ്റാ. ഇപ്പം ഒരു ഹെപ്പറ്റോളജി നിലയിൽ എനിക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒരുപോലെയാണ്. അതായത് ജസ്റ്റ് റേഡിയോളജിക്കൽ നമ്മൾ അൾട്രാസൗണ്ടിൽ കാണുന്ന പല ഗ്രേഡ്സ്, പല പാറ്റേൺസ് എന്നുള്ള, അല്ലാതെ അസുഖത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതിന് ക്ലിനിക്കൽ റെലവൻസ് ഇല്ല. ഇനിയിപ്പം ആൽക്കഹോൾ കഴിക്കാത്ത ആൾക്കാരിലും ഫാറ്റി ലിവർ വരാം. അതാണ് നോൺ ആൽക്കഹോളിക് എന്നിപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് മാറി. ഇപ്പം MASLD, പണ്ട് NAFLD എന്ന് പറഞ്ഞിരുന്നത്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പോൾ അതിൻ്റെ പേര് MASLD എന്നാണ്, മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് പേര് മാറ്റിയേക്കുന്നത്. അത് ടെക്നിക്കലി മാറിയതാണ്. അപ്പം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ നമ്പർ 1 എന്ന് പറയുന്നത് ഡയബറ്റീസാണ്. ഷുഗർ ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരാം. അമിതവണ്ണമുള്ളവർക്ക് ഒബീസിറ്റി. 3 ഹൈപ്പോതൈറോയിഡിസം, ഈ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറയുന്നവർക്ക്, അവർക്കും ഉണ്ട് വണ്ണം ഉള്ളവർ, അവരിലും ഫാറ്റി ലിവർ വരാം. പിന്നെ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരിൽ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ, സ്ട്രോക്കിൻ്റെ അസുഖമുള്ളവരിലൊക്കെ. ഇതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പല പല കണ്ണികളുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, ഹൈ യൂറിക് ആസിഡ് ഉണ്ട്, ഹൈ കൊളസ്ട്രോൾ ഉണ്ട്, അമിതവണ്ണം ഉണ്ട്, അങ്ങനെ പല പല കമ്പോണൻസ്. എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് ചിലപ്പം ഡയബറ്റീസ് മാത്രമേ കാണുള്ളൂ, ചിലവർക്ക് കൊളസ്ട്രോൾ മാത്രമേ കാണുള്ളൂ, ചിലവർക്ക് അമിതവണ്ണം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ വരുന്ന ഫാറ്റി ലിവറാണ്. അപ്പോൾ നമ്മൾ ഫാറ്റി ലിവറിനല്ല ചികിത്സിക്കേണ്ടത്. ഇപ്പോൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ഈ പറയുന്ന പോലെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അടിസ്ഥാനത്തിലാണ് അവർ ചികിത്സിക്കുന്നത്. അത് തന്നെ തെറ്റാണ്. 2 അപ്പം തന്നെ മരുന്ന് എഴുതി കൊടുക്കുകയാണ്. അത് അതിനേക്കാളും വലിയ തെറ്റാണ്. അങ്ങനെയാണ് അവർ ബിസിനസ് ഉണ്ടാക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു ഡാമേജ് കൺട്രോളാണ് എൻ്റെ OPD-യിൽ. നമ്മൾ ചികിത്സിക്കേണ്ടത് ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളെയാണ്. ഇപ്പോൾ വണ്ണമുള്ള ഒരാൾ വണ്ണം കുറയ്ക്കാതെ ഈ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിട്ട് ഒരു കാര്യമില്ല. വണ്ണം കുറയാതെ ആ ഫാറ്റി ലിവർ പോയില്ല. ഡയബറ്റീസ് ഉള്ള ഒരാൾ ഡയബറ്റീസ് കൺട്രോൾ അല്ലാതെ ഈ ഫാറ്റി ലിവർ മാറാൻ പോകുന്നില്ല. അതാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്, അതായത് ഫാറ്റി ലിവർ ഉണ്ട്, പക്ഷേ ആ കൊഴുപ്പ് മൂലം ലിവറിനകത്ത് നീർക്കെട്ട് തുടങ്ങി. ആ നീർക്കെട്ട് മൂലം ലിവറിൽ ഡാമേജ് സ്റ്റാർട്ട് ചെയ്തു. അതിനാണ് നമ്മൾ ഈ നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ്. കൊഴുപ്പ് മൂലം നീർക്കെട്ടും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചുരുക്കവും ലിവറിനകത്ത് തുടങ്ങിയതുള്ളതാണ്. ആ സ്റ്റേജ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആ സ്റ്റേജ് ട്രീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സ്റ്റേജുള്ള പലരും ഫ്യൂച്ചറിലോട്ട് അവർക്ക് സിറോസിസ് ആയി മാറാം. ആ ലിവർ ചുരുക്കം കൂടി സിറോട്ടിക് ലിവറായി മാറാം. 2, അതിനകത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഡയബറ്റീസ് ഉള്ള ഒരാളെ വെറുതെ ഷുഗർ കൺട്രോൾ ചെയ്യണം, ഇന്ന കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വിടുകയല്ല. അവർക്ക് ഈ നാഷ്, അതായത് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ നമ്മൾ നാഷിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഡയബറ്റീസും നന്നായിട്ട് കൺട്രോൾ ചെയ്തേ പറ്റൂ. എന്താ വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ലിവർ സിറോസിസ് ആവുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട് ഇങ്ങനത്തെ പേഷ്യൻസിൽ. അപ്പം അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അവർ വെറുതെ ഒരു ഗ്യാസിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെ ഗ്യാസാന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങുന്നവരുടെ ഏറ്റവും അവസാനം ഒരു CT സ്കാനൊക്കെ ആരെങ്കിലും വിടും. അപ്പോൾ നമുക്ക് കാണാം ലിവറിനകത്തൊക്കെ പല പല തടിപ്പുകളൊക്കെ ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ലിവർ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുന്നത്, നാഷ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്യണം. ആ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ഡ്രഗ്സാണ് റെക്കമെൻഡഡ്. ഒരു ഡ്രഗും അപ്രൂവ്ഡ് അല്ല. അതിപ്പോഴേ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നമ്മൾ പലരും പല മരുന്നുകൾ എഴുതി തരുന്നുണ്ട്. ഇപ്പോൾ ഫാർമ കമ്പനിയുടെ ബലത്തിലും പലരും പല പുതിയ വളരെ വിലപിടിപ്പുള്ള സാറോഗ്ലിറ്റസാർ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഭയങ്കര തെറ്റാണ്. അതിൻ്റെയൊക്കെ നല്ല പ്രൂഫ് ഓഫ് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ എഴുതി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല വിലയുള്ള മരുന്നാണ്. ആകപ്പാടെ 2 മരുന്നേ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളൂ. ഏത് ക്ലിനിക്കൽ ഹെപ്പറ്റോളജി സൊസൈറ്റിയുടെ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് നോക്കിയാലും ഒന്ന് വൈറ്റമിൻ E ആണ്, ഒന്ന് പയോഗ്ലിറ്റസോൺ എന്ന് പറഞ്ഞ് പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു മരുന്നാണ് പയോഗ്ലിറ്റസോൺ. പക്ഷേ പയോഗ്ലിറ്റസോൺ നമ്മൾ കൊടുക്കുന്ന ഡോസ് വളരെ ലോ ഡോസ്. അപ്പോൾ അതിൽ അവരുടെ ഷുഗർ അധികം കുറയത്തില്ല, പക്ഷേ ലിവറിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള പവർ അതിനുണ്ട്. അപ്പോൾ വൈറ്റമിൻ E വിത്ത് ഓർ വിത്തൗട്ട് പയോഗ്ലിറ്റസോൺ ആണ് റെക്കമെൻഡഡ്. ഇനി ചില വ്യക്തികൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടെ ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ. എന്നുവെച്ചാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഈവൻ ദോ അതിൻ്റെ ലിവറിലുള്ള ചുരുക്കമോ നീർക്കെട്ട് അധികം കുറയ്ക്കത്തില്ലെങ്കിലും ലിവർ കോശത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പവർ ഒമേഗ 3 ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനൂടെ ആഡ് ചെയ്യും. ഈ 3 മരുന്നേ ശരിക്കും ഉള്ളൂ ഫാറ്റി ലിവർ ഡിസീസ്, ഈ പറയുന്ന നാഷ് എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട്. നാഷ് ഇല്ലാത്ത പേഷ്യൻസിൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ കാരണങ്ങളെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. പിന്നെ 3ാമത്തെ കാറ്റഗറി വരുന്നത് ഈ നാഷ് പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് ആയി വരുന്ന രോഗികളാണ്. അവരെ പിന്നെ നമ്മൾ സിറോസിസിൻ്റെതായിട്ടുള്ള സ്റ്റേജ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് കൊടുക്കേണ്ടത്. ഇത്രമാത്രം ഉണ്ട് ഫാറ്റി ലിവർ. ചെറിയ സിമ്പിളായിട്ടുള്ള ഫാറ്റി ലിവർ എങ്ങനെയാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞ് വെറുതെ കുറച്ച് കഷായം കഴിച്ച് വെജിറ്റേറിയൻ, ചില ആൾക്കാർ പറയും വെജിറ്റേറിയൻ ഡയറ്റ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ ഫാറ്റി ലിവർ ആയി കഴിഞ്ഞാൽ. ഭയങ്കര തെറ്റാണ്. നമ്മളൊരു നല്ല വെൽ ബാലൻസ്ഡ് ഓമിനിവർ ഡയറ്റ്, അതായത് ഒരു മിക്സ്ഡ് ഡയറ്റ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചിലവർ പറയും എണ്ണ മുഴുവൻ നിർത്താൻ, അതും തെറ്റാണ്. ചിലർ പറയും മീനും കഴിക്കില്ല, മുട്ടയും കഴിക്കില്ല, മത്സ്യവും കഴിക്കില്ല, അതൊക്കെ തെറ്റാണ്. നമുക്ക് കഴിക്കേണ്ട പോലെയുള്ള നോൺ വെജിറ്റേറിയൻ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ എന്താണോ അതിനെ കൺട്രോൾ ചെയ്യുക. പ്ലസ് നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ വെറുതെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വ്യക്തികളിലും ഫാറ്റി ലിവർ വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി, മെലിഞ്ഞിരിക്കുന്നു, ഒരു ഡയബറ്റീസും ഇല്ല, ഒരു കൊളസ്ട്രോളും ഇല്ല, ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല, മദ്യവും കഴിക്കുന്നില്ല, പക്ഷേ ഫാറ്റി ലിവർ. അങ്ങനെയുള്ളൊരു 2 കാരണങ്ങളാണ്. ഒന്ന് ജനറ്റിക് ആയിട്ട് വരാം, ചിലവർക്ക് ജനറ്റിക് ആയിട്ട് ഫാറ്റി ലിവർ വരാം. ചില പർട്ടിക്കുലർ ജീൻസ് ഉണ്ട്, നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഒക്കെ കാണും അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർക്ക് അവർക്ക് ഉറക്കം കുറവായിരിക്കും, അതായത് സ്ലീപ്പ് ഡിസോർഡർ, നന്നായിട്ട് കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് 7 hours ഉറങ്ങാത്ത വ്യക്തികൾ. ഇപ്പം ഞാനിപ്പോൾ കാണുന്ന മിക്കവരും ഈ നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്ന യങ് വ്യക്തികളാണ്. ഈ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ ഒരു കഷ്ടിച്ച് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ളവരിലും നമ്മൾ ഫാറ്റ് ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫാറ്റ് ലിവറിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ, ജീവിതശൈലിയിൽ നമുക്ക് കുറേയൊക്കെ ചികിത്സിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫാറ്റി ലിവർ, മോസ്റ്റ്ലി നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ. ആൽക്കോഹോൾ ഫാറ്റി ലിവർ വളരെ സിമ്പിളാണ്, സ്റ്റോപ്പ് ആൽക്കോഹോൾ, ഫാറ്റി ലിവർ ഇല്ല.